ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ഈ പ്രവീണിൻ്റെയും ഭാര്യയുടെയും റിയാക്ഷൻ വീഡിയോ അൺമാസ്കിംഗ് എന്നുള്ള ഹെഡിങ്ങോടുകൂടി അവരിട്ടപ്പോൾ തീർച്ചയായിട്ടും ഇതേ സിറ്റുവേഷനിലൂടെ ഫേസ് ചെയ്ത അമലിനെയും കുഞ്ചുവിനെയും നമ്മൾ പലരും ഓർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 70% പേരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത് അമലിൻ്റെ പോലെ, കാരണം ഇതേ സെയിം സിറ്റുവേഷൻ അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അമലിനും ഭാര്യയ്ക്കും ഇതിനെതിരെ ഈ അൺമാസ്കിംഗ് എന്നുള്ള രീതിയിൽ തന്നെ തങ്ങൾ അനുഭവിച്ചതുമായിട്ട് ഇത് നല്ല യോജിപ്പുണ്ട്, ഇതേ സിറ്റുവേഷനിലൂടെയാണല്ലോ ഞങ്ങളും കടന്നുപോയത് എന്നുള്ള രീതിയിൽ അവർ ഒരു വീഡിയോ ഇടുന്നു. ആ വീഡിയോയിൽ അവർ വഴക്കുണ്ടായ അമ്മയെ പറ്റിയോ പെങ്ങളെ പറ്റിയോ ഇൻഡയറക്റ്റായിട്ട് പരാമർശിക്കുന്നുണ്ട്. അന്നത്തെ അവസ്ഥകളെ പറ്റി അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിനെ ഈ അമലിനെ പറ്റിയിട്ട് മാത്രം റീച്ച് ഉണ്ടാക്കുന്ന ഒരു ചാനലുണ്ടല്ലോ, ജേണി വിത്ത് മീ, അവരിത് കേൾക്കാനായിട്ട് ഇരിക്കുകയാണ്. കുറച്ച് നാൾ അവർക്കിങ്ങനെ സബ്ജക്റ്റ് കിട്ടാതെ അവരുടെ വീഡിയോക്കൊക്കെ റീച്ച് കുറഞ്ഞ് ആകെ ഡള്ളായിരിക്കുന്ന സമയത്താണ് ഈ അമലിൻ്റെ റിയാക്ഷൻ വീഡിയോ കാണുന്നത്. അതിലൊരു വാക്ക് പോലും ജേണി വിത്ത് മീ എന്നുള്ള ആ സ്ത്രീക്കെതിരെ ഇല്ല. എന്നിട്ട് പോലും ഇവരൊടനെ ചാടിക്കേറി അവൻ വീണ്ടും പെങ്ങളെ പറഞ്ഞു തുടങ്ങി, വീണ്ടും അമ്മയെ പറഞ്ഞു തുടങ്ങിയെന്നും പറഞ്ഞ് ഈ അമലിനെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു. അമൽ ഇങ്ങോട്ട് ചെയ്യുന്നു, ഇവർ റിയാക്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ഈ ചൊറിഞ്ഞ് പുണ്ണാക്കുക എന്നുള്ള രീതിയിൽ അമലിനെ കൊണ്ട് ഈ പെങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും മോശമായ രീതിയിലുള്ള അവരുടെ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ സ്ത്രീയുടെ ഉദ്ദേശം. ഇവരെ മാസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ ഒന്നും കൂടി അവർ ഡോസിൽ ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതിൽ അവർക്ക് ഒരു മാനസിക സംതൃപ്തി ഉണ്ട്. അവരുടെ കണ്ണുകളിൽ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് വേറൊരു സ്ത്രീയുടെ അവിഹിത കഥ ഒരു പുരുഷൻ്റെ നാവിൽ നിന്ന് കേൾക്കുമ്പോഴുള്ള ആ ഒരു ആത്മസംതൃപ്തി അവരുടെ കണ്ണിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ മാടമ്പിള്ളിയിലെ മാനസിക രോഗി മറ്റാരുമല്ല, അവരാണ് എന്നാണ്. കാരണം അവർക്ക് ഈ സ്ത്രീകളെ പറ്റിയിട്ടുള്ള ഇങ്ങനെയുള്ള സ്റ്റോറി, അവരുടെ സ്റ്റോറി ആരും പുറത്തറിയാൻ സാധ്യതയില്ലാത്ത സ്ഥിതിക്ക് അവരെ പറ്റി ആർക്കും അറിയില്ല, അവരുടെ അഡ്രസ്സ് അറിയില്ല, ഫോൺ നമ്പർ അറിയില്ല. അപ്പോൾ അവർ വളരെ സേഫാണ്. അവരുടെ നാട്ടിലുള്ളവർ ഇത് ഈ വീഡിയോകളൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ട് അവർ ഒരു എന്താ പറയുക, പുണ്യാളൻ, ഒരു പ്രത്യേക കൂട്ടിൽ വളരെ വിശുദ്ധ കന്യയായിട്ട് ഇരിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് മറ്റുള്ള സ്ത്രീകളെ പറ്റി ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത് തന്നെ അവർക്കൊരു ലഹരിയാണ്. ഇവരുടെ വീഡിയോയിൽ എത്ര പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കണം. അമലിൻ്റെ പെങ്ങളുടെ അവിഹിതം അനുയോജ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെയാണ് അവിഹിതം എന്ന് പറയുക. ഇവരെ ഉദ്ദേശിക്കുന്ന അവിഹിതം എന്താണോ എന്തോ, എന്തായാലും ഇവര് അമലിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ഒരു സ്ത്രീ അവർ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞായി അവരുടേതായിട്ടുള്ള ലോകത്ത് ജോലി എടുത്ത് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. അവർ ഇതിലൊന്നും ഭാഗവാക്കല്ല. ഒരു കുഞ്ഞിന്, ഇവരുടെ സഹോദരൻ്റെ ഭാര്യ പാല് കൊടുത്തു എന്നുള്ളത് ഒരു വലിയ സബ്ജക്റ്റാക്കിയിട്ട് ഈ സ്ത്രീ കൊണ്ടുവരികയും അതിനെപ്പറ്റി അവർ റിയാക്ട് ചെയ്യും. ആ റിയാക്ഷൻ അമലിന് കൊള്ളുന്നു. വീണ്ടും ഈ സ്ത്രീ അമലിൻ്റെ ഭാര്യയെ പറ്റി പറയുന്നു, അമലിൻ്റെ കുഞ്ഞുങ്ങളെ പറ്റി ഇവരുടെ അടിയിൽ മോശം കമൻറ്റുകൾ ഉണ്ടാവുന്നു. ഇതിൻ്റെ ഒക്കെ മറുപടിയായിട്ടാണ് അവർ ആ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇവരുടെ ആ ഒരു ലക്ഷ്യം ഇവർ കണ്ടു, ഇവർക്ക് സാമ്പത്തിക ലക്ഷ്യം. അപ്പോൾ ഇവരുടെ ഒരു 3-4 വീഡിയോകൾക്ക് നിങ്ങളൊന്ന് റീച്ച് നോക്കണം. പിന്നെ ഇവരുടെ മാനസികമായിട്ടുള്ള സംതൃപ്തി. വേറൊരു സ്ത്രീ അവരുടെ ചെറിയ പ്രായത്തിൽ, ഏത് പെൺകുട്ടികളാണ് ആ പ്രായത്തിലൊക്കെയുള്ള ചപലതകൾ കാണിക്കാതിരിക്കുക? അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞു, താൻ ഏറ്റവും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പ്രേമവിവാഹിതനായിട്ടുള്ള ഒരു ഭർത്താവിൽ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളും, ആ തുടക്കത്തിൽ അയാൾക്കൊരു ജോലിയില്ല, വീട്ടുകാർക്കാണെങ്കിൽ മകൻ പ്രേമിച്ച് കൊണ്ടുവന്ന പെണ്ണ് എന്നുള്ള ഒരു അനിഷ്ടം, ആ ഒരു കണ്ടീഷനിൽ വേറൊരു ജില്ലയിലേക്ക് പറിച്ച് നടപ്പെടുന്ന ഒരു 18-20 വയസ്സായ ഒരു പെൺകുട്ടി ഒരു അഭയം തേടി എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്ന കഥ. വേറൊരു പുരുഷനിൽ അഭയം തേടുമ്പോൾ ആ പുരുഷൻ ഒരു ഭാര്യയും കുഞ്ഞും ഉള്ളവനാവുന്നു. അതൊരിക്കലും ഒരു പ്രണയമല്ല. ഓൾറെഡി ഒരു പ്രണയിച്ച് ഭർത്താവിൻ്റെ കൂടെ വന്ന ആ സങ്കല്പങ്ങളൊക്കെ മാറ്റിമറിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിൽ അമ്മയില്ലേ, അമ്മ വിദേശത്ത്, ഉള്ളത് രണ്ടാനച്ഛൻ, ആങ്ങളെയാണെങ്കിൽ അന്ന് അവിവാഹിതമാണ്, അയാളുടെ കൂട്ടുകാരോടൊത്ത് കറങ്ങി നടക്കുന്നു. സ്വാഭാവികമായിട്ട് അവർ ഒരു അഭയം തിരഞ്ഞിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ള ആ അന്നത്തെ ഒരു ചെറുപ്പത്തിൽ അവരങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുരുനുള്ളി വൃണാക്കി അപ്പുറത്തെ ഭാഗത്തെ കൊണ്ട് പറയിപ്പിച്ച് രസിക്കുന്ന ഒരു മാനസിക രോഗി എന്ന് പറയുന്നത്. ഇതിൽ ശരിക്കും നമ്മൾ ഈ കുട്ടൻ്റെയും മുട്ടൻ്റെയും കഥ കേട്ടിട്ടില്ലേ? 2 ആടുങ്ങൾക്ക് ഇടയിൽ അവരെ തല്ലിച്ചിട്ട് ബ്ലഡ് വരുത്തി അത് നക്കുന്ന കുറുക്കനാണ് ശരിക്കും. ഇവരുടെ കണ്ണിൽ സൂക്ഷിച്ചു നോക്കിയാൽ ആ കുറുക്കൻ എന്നുള്ള കഥാപാത്രത്തിൻ്റെ
അങ്ങനെയുള്ള ആ പ്രായത്തിൽ ഒരു അഭയം തിരഞ്ഞു. ആ അഭയം ശരിയായിട്ടുള്ള അഭയമല്ല എന്ന് കണ്ട് അവർ തീർച്ചയായിട്ടും തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അന്തസ്സായിട്ട് ജോലിയെടുത്ത് താനും ഭാര്യയും ഭർത്താവും കുഞ്ഞുമായിട്ടുള്ള ആ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഒക്കെ നന്നായിട്ട് തന്നെ അവരും ജീവിക്കുന്നുണ്ട്, ഇപ്പുറത്തുള്ളവരും ജീവിക്കുന്നുണ്ട്, അമ്മയും ജീവിക്കുന്നുണ്ട്. എന്നാൽ ലെറ്റ് ദം ലീവ് എന്നുള്ളൊരു കൺസെപ്റ്റെങ്കിലും ഈ സ്ത്രീ എടുക്കണ്ടേ? അവർ ജീവിക്കട്ടെ. അവരുടെ പേര് പറഞ്ഞ് ഇവർ റിയാക്ട് ചെയ്യുമ്പോഴല്ലേ ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. ഇവരെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ, അമലിൻ്റെ ഈ പ്രവീണിനെ റിയാക്ട് ചെയ്യുന്ന വീഡിയോയിൽ ഈ സ്ത്രീയെ പറ്റി വല്ലതും പരാമർശിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയ ഈ സ്ത്രീ അപമാനിച്ചത് ജാതി പറഞ്ഞ് പട്ടികജാതി പട്ടികവർഗ പ്രകാരം ഇവർക്കെതിരെ കേസ് എടുക്കണം എന്നുള്ളതാണ്. ഇനി ഓയോ റൂമിൽ മരിച്ചുപോയ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടിയുടെ ആത്മാവിനെ വരെ ഇവർ വീണ്ടും കൊണ്ടുവന്ന് കൊല്ലുകയാണ്. അവരുടെ മരിച്ച് ജീവിക്കുന്ന പാരൻസിനെ വീണ്ടും ഈ ലോകത്തിട്ട് അപമാനിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളെ ഇവരുടെ അടിയിൽ ഏറ്റവും മോശമായിട്ടുള്ള കമൻറ്റുകളാണ് കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് പറയുന്നത്. ഇതൊക്കെ ഒരു അച്ഛനും അമ്മയും കേട്ടിരിക്കുമോ? സ്വന്തം മക്കളെ പറ്റി പറയുമ്പോൾ ഇനി ഇവർ ദ്രോഹിക്കുന്ന വേറൊരു കുഞ്ഞും കൂടിയുണ്ട്, ഇയാളുടെ പെങ്ങളുടെ കുഞ്ഞ്. ഈ 3 കുട്ടികളെയും ഇവർ ഇൻഡയറക്റ്റായിട്ട് ദ്രോഹിക്കുകയാണ്. ഇവർ ഈ ലാക്കിലെ ചോര കുടിക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന 2 നേട്ടങ്ങൾ സാമ്പത്തികവും ഇവരുടെ ചാനലിൻ്റെ റീച്ചും. ഇവരെ ഒരിക്കലും ഇവരുടെ സ്വന്തം അനിയത്തിയുടെ കാര്യമാണ് എന്ന് വെച്ചാൽ ഇവർ പിന്നെ രണ്ടാമതൊന്നും ആവർത്തിക്കുമോ? വേറെ ആരെക്കൊണ്ടെങ്കിലും ഇവരെ പറയിപ്പിക്കാനായിട്ട് അയാളെ പ്രകോപിതനാക്കുമോ? ഇനി ഇതൊക്കെ കേട്ടിട്ട് സ്വന്തം പെങ്ങൾക്കെതിരെ ഈ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് പറയുന്നതിനോടും യാതൊരു വക യോജിപ്പും ഇല്ല. അവർ ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട്, ഭർത്താവിൻ്റെ വീടുണ്ട്, ഭർത്താവിൻ്റെ വീട്ടിലെ അയൽവക്കക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. ആ കുട്ടിക്ക് ഫേസ് ചെയ്യേണ്ട നാളത്തെ സ്കൂൾ ജീവിതമുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഇതൊന്നും കൺസിഡർ ചെയ്യാതെ ഒരു സ്വന്തം പെങ്ങളായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പറ്റി പറഞ്ഞതിന് യാതൊരു വക ന്യായവും അയാളുടെ ഭാഗത്തും ഇല്ല. തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു തെറ്റാണ്. ആരൊക്കെ പ്രകോപിപ്പിച്ചാലും ഈ സ്ത്രീയുടെ ലക്ഷ്യം മനസ്സിലാക്കി എൻ്റെ അമ്മയും പെങ്ങളെയും പറ്റി അവരെത്രയൊക്കെ ആയാലും നിങ്ങളുടെ പെങ്ങളെ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുക. നിങ്ങളുടെ അമ്മയ്ക്ക് ഉദരം ഷെയർ ചെയ്ത ആ ഒരൊറ്റ പെങ്ങളെ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ അവർ നിങ്ങളുടെ പെങ്ങളല്ലാതായി മാറുന്ന ഏതെങ്കിലും ഒരു കാലഘട്ടം വരും. കൂടെ ഇരുന്ന് എന്ത് പറഞ്ഞാലും ഓക്കെ എന്ന് പറയുന്ന ആ ഭാര്യയ്ക്കും അത് മനസ്സിലാക്കാം. കാരണം അവരുടെ അനിയത്തിയും അവരുടെ കസിൻ സിസ്റ്ററും പറയുന്ന അതേ വേദന തന്നെയാണ് ഈ പെങ്ങൾ അപമാനിക്കപ്പെടുമ്പോഴും അവർക്ക് ഉണ്ടാവേണ്ടത്. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സ്ത്രീയും പൊതു ഇടത്തിലിട്ട് അപമാനിക്കാനായിട്ട് വേറൊരു സ്ത്രീക്ക് അധികാരമില്ല. ഇവർ ഈ ചെയ്യുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ദ്രോഹം ഇത് മനസ്സിലാക്കാൻ ആ അമ്മയ്ക്കും സഹോദരിക്കും എപ്പോഴെങ്കിലും കഴിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവരെ ഈ ആവർത്തിച്ച് ജോർജ് കുട്ടിയിലെ ദൃശ്യത്തിലെ ഡേറ്റ് പോലെ പെങ്ങൾ അവിഹിതം എന്നിവരുടെ വീഡിയോകൾ നോക്കിയാൽ നിങ്ങളൊന്ന് നോക്കണം. എത്ര പ്രാവശ്യമാണ് ഈ റെഫറൻസ് ബുക്ക് പോലെ ഇവർ ഈ അവിഹിത കഥകൾ റെഫർ ചെയ്യുന്നത്. ഇവരുടെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ, അമലിനെതിരെയുള്ള വീഡിയോയിൽ സഹോദരിയുടെ അവിഹിതം എന്നുള്ള വാക്കില്ല, അത് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ശരിക്കും സഹോദരിയെ അമ്മേനെയും പരിപോഷിപ്പിക്കാനോ അല്ലെങ്കിൽ അമലിനോടുള്ള ദേഷ്യത്തിലോ ഒന്നും ഇവർ ചെയ്യണതല്ല. ഇത് ഇവരുടെ നേട്ടമാണ്. ഒരു സ്ത്രീയെ പറ്റി പറയുമ്പോൾ ഇവർക്കുണ്ടാവുന്ന മാനസികമായിട്ടുള്ള സംതൃപ്തി, സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ പൊതു ഇടത്തിലിട്ട് അപമാനിക്കപ്പെടുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഇവർ അനുഭവിക്കുന്ന ഒരു സന്തോഷം, തൻ്റേതല്ലാത്ത, ഇവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇവരുടെ അമ്മയല്ല, പെങ്ങളല്ല, സഹോദരനല്ല, സ്വന്തം അനിയത്തിയല്ല, സ്വന്തം അനിയത്തിയുടെ മക്കളല്ല, ഇവരെ തൊട്ട് ഒരു കാര്യമല്ല. ഇവർ അന്യരെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവരുടെ നേട്ടവും. അപ്പം ഇവരുടെ ഈ നേട്ടം കൊയ്യൽ നിർത്താനായിട്ട് നിങ്ങൾ സഹോദരനും സഹോദരിയും അമ്മയും കൂടി തീരുമാനിച്ചാലല്ലാതെ ഇവരുടെ നേട്ടം കൊയ്യൽ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. ശരിക്കും നമ്മൾ ആട്ടിൻതോലിട്ട ചെന്നായേനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനം. ഒരു വ്യക്തിയെ അപമാനിക്കാനായിട്ട്, ഒരു സ്ത്രീയെ അപമാനിക്കാനായിട്ടൊന്നും ആർക്കും ഒരു റൈറ്റും ഇല്ല. ഇത്രയും പുണ്യവതിയായിട്ടുള്ള ഈ എന്താ പറയുക, രൂപക്കൂട്ടിലിരിക്കുന്ന മാലാഖയൊന്നുമല്ല ഇവരെ പറ്റി നമുക്കൊന്നും അറിയില്ല. അതാണ് ഇവരുടെ വിജയം. ഇവര് ഓരോരുത്തരുടെയും ജീവിതത്തിന് ചെകഞ്ഞു പോകുമ്പോൾ മനുഷ്യരാണ്, തെറ്റ് പറ്റാത്തവരില്ല. എന്തൊക്കെ കാര്യങ്ങളിലൂടെയും കാലഘട്ടങ്ങളിലൂടെയും മനുഷ്യർ പോയിട്ടുണ്ടാവാം. അതിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്ത് ഞാനാണ് ഏറ്റവും വലിയ പുണ്യവതി എന്ന് പറഞ്ഞിരിക്കാൻ ഇവരാരാ? ഇവർ ശരിക്കും ചെയ്യുന്നതിൻ്റെ ദ്രോഹം ഇവർക്ക് തന്നെ തിരിച്ചടിക്കുമെന്നുള്ളതിന് യാതൊരു വക സംശയവുമില്ല. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.